യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ ജീവനുള്ള ആ വചനം നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. സന്തോഷത്തോടെ പ്രതീക്ഷയോടെ നമുക്ക് ഈ വചനം കേൾക്കാൻ ഒരുങ്ങാം. ഈ വചനം ഇന്ന് ഒത്തിരി അനുഗ്രഹമായി മാറും. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഈ വചനത്തിലൂടെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ്. ദൈവവചനം നമുക്ക് ശ്രദ്ധിക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം. പ്രവാചക ഗണത്തിൽ ഒരുവൻ്റെ ഭാര്യ ഏലീശായോട് പറഞ്ഞു. ആരുടെ ഭാര്യയാണ്? പ്രവാചകനായ ഒരാളുടെ ഭാര്യ ഏലീശ പ്രവാചകനോട് പറഞ്ഞു, അങ്ങയുടെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചു. അപ്പോൾ ഈ ഭാര്യയുടെ ഭർത്താവ് ഏലീശായുടെ കൂടെ ശുശ്രൂഷ ചെയ്തിരുന്ന ഒരു ശുശ്രൂഷകനാണ്, ഒരു പ്രാർത്ഥിക്കുന്ന ആളാണ്, ഒരു ഭക്തനാണ്. എന്നിട്ട് ആ സ്ത്രീ പറയുവാണ്, എൻ്റെ ഭർത്താവ് മരിച്ചു. അവൻ കർത്താവിൻ്റെ ഭക്തനായിരുന്നു എന്ന് അങ്ങേക്ക് അറിയാലോ. അവന് കടം കൊടുത്തവൻ ഇതാ എൻ്റെ 2 കുട്ടികൾ 2 പേരെയും അടിമകളാക്കാൻ വന്നിരിക്കുന്നു. ഞങ്ങൾ വലിയൊരു പ്രയാസത്തിലാണ്, പ്രതിസന്ധിയിലാണ്. ഞങ്ങൾ ഒത്തിരി പേരുടെ നിന്ന് കടം മേടിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒത്തിരി സാമ്പത്തിക പ്രയാസമുണ്ട്, പ്രതിസന്ധിയുണ്ട്. ഞങ്ങൾ വലിയൊരു വെല്ലുവിളിയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. 1 ഇഞ്ച് മുന്നോട്ട് നീങ്ങാൻ ഞങ്ങൾക്ക് പറ്റാത്ത നിലയിലാണ്. ഞങ്ങളെ സഹായിക്കണം. എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, പക്ഷേ അദ്ദേഹം ഒരു ദൈവഭക്തനൊക്കെ ആയിരുന്നു, പ്രാർത്ഥിക്കുന്നയാളായിരുന്നു. ആ വ്യക്തി ദൈവഭക്തനാണ്, പ്രാർത്ഥിക്കുന്നയാളാണ്. പക്ഷേ എന്നാലും ആ വീട്ടിൽ ചില പ്രയാസങ്ങളുണ്ടായിരുന്നു, പ്രതിസന്ധികളുണ്ടായിരുന്നു. പക്ഷേ അത്ഭുതം, ആ ഭക്തൻ്റെ വീട്ടിൽ നടന്ന അത്ഭുതമാണ് എന്നെ അതിശയിപ്പിച്ചത്, ഞാൻ ഗൗരവമായി കാണുന്നത്. പ്രവാചകൻ പറഞ്ഞു, നിന്റെ വീട്ടിൽ എന്തുണ്ട്? അവൻ പറഞ്ഞു, എൻ്റെ വീട്ടിൽ കുറച്ച് എണ്ണ, ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നില്ല. 4-ാമത്തെ വാക്യം. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നീയും നിന്റെ പുത്രന്മാരും അകത്തുകിടന്ന് പാത്രങ്ങളിൽ എണ്ണ പകരുക, നിറയുന്നത് മാറ്റിവെക്കുക. ആ വാക്ക് ശ്രദ്ധിച്ചോ? നിറയുന്നത് നീ മാറ്റിവെക്കും. ഇത് മാറ്റിവെക്കുന്ന ഒരു സമയം വരും. നിറയുന്നത്. ഇന്ന് കുടുംബത്തിൽ സമാധാനമില്ല, സമാധാനം നിറയും. ഇന്ന് കുടുംബത്തിൽ സാമ്പത്തികമില്ല, സാമ്പത്തികം നിറയും. ഇന്ന് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഒന്നും ആയിട്ടില്ല, എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. ആ വിഷയത്തിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടി നിറയാൻ തുടങ്ങും. നിറയുന്നത് മാറ്റിവെക്കും. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരാളുടെ ജീവിതം എന്നും ശൂന്യമായി കിടക്കത്തില്ല, എന്നും പരാതി പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല. നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ദൈവഭക്തനായ ഭർത്താവാ മരിച്ചുപോയത്. മരിച്ചുപോയി സത്യമാ, പക്ഷെ മരിച്ചു കഴിഞ്ഞിട്ടും ആ മനുഷ്യൻ ഒരു ദൈവഭക്തനായിരുന്നു എന്ന കാരണത്താൽ ആ വ്യക്തി മരിച്ചു പോയെങ്കിലും ആ കുടുംബത്തിന് അനുഗ്രഹമായിട്ട് വെളിപ്പെടുവാണ്. ആ വ്യക്തി ദൈവഭക്തനാ, മരിച്ചുപോയി. പ്രവാചകൻ പറഞ്ഞില്ലല്ലോ അദ്ദേഹം ദൈവഭക്തനായി മരിച്ചുപോയി, നിങ്ങളുടെ കാര്യം നോക്കാൻ പറ്റത്തില്ലെന്നല്ല. ആ വ്യക്തി ദൈവഭക്തനായിരുന്നു. ആ വ്യക്തിയിലൂടെ, ആ വ്യക്തിയുടെ മരണശേഷവും ആ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങി. നിങ്ങളൊരു ദൈവഭക്തനാ, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാ. നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബം നിറയാൻ തുടങ്ങണം. നിറയുന്നത് മാറ്റിവെക്കാൻ പറ്റണം. നിങ്ങൾ ശ്രദ്ധിച്ചോ? വേറൊരു കാര്യം, സാമ്പത്തിക പ്രയാസമാ, കടം മേടിച്ചു, ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. ഈ വചനം അവസാനിക്കുന്നതേ പിന്നീട് ആ കുടുംബത്തിന് വേറൊരാളുടെ മുമ്പിൽ കൈ നീട്ടേണ്ടി വന്നിട്ടില്ല. വായിച്ചു നോക്കാം. 7-ാമത്തെ വാക്യം. അവൾ ദൈവപുരുഷന്റെ അടുത്തു ചെന്ന് വിവരമറിയിച്ചപ്പോൾ അവൻ പറഞ്ഞു, പോയി എണ്ണ വിറ്റ് കടം വീട്ടുക, ശേഷിക്കുന്നത് കൊണ്ട്. അപ്പം മിച്ചമായി. കടം വീട്ടാൻ മാത്രമല്ല, മിച്ചം ജീവിക്കാനുള്ളത് കൊടുത്തു. നീയും നിന്റെ പുത്രന്മാരും ഉപജീവനം നടത്തുക.
പിന്നീട് ഒരാളുടെ മുമ്പിലും 1 രൂപയ്ക്ക് കൈനീട്ടേണ്ടി വന്നില്ല. ദൈവം നിന്നെ അനുഗ്രഹിക്കുമ്പോൾ, ദൈവം നിൻ്റെ ജീവിതത്തെ നിറയ്ക്കുമ്പോൾ, നിറയുന്നത് നീ മാറ്റിവെക്കാൻ തുടങ്ങുമ്പോൾ, ദൈവം നിന്നെ അനുഗ്രഹിച്ച വഴികൾ മറന്നു പോവല്ല്. ശ്രദ്ധിക്കുക, ഒരാളുടെ മുമ്പിലും 1 രൂപയ്ക്ക് 10 രൂപയ്ക്ക് 1000 രൂപ കൈ നീട്ടേണ്ടി വരാത്ത വിധം, ഒരാളുടെ മുമ്പിലും കൈ നീട്ടി ഭിക്ഷ എടുക്കേണ്ടാത്ത വിധം, യാചിച്ചു ചെല്ലണ്ടാത്ത വിധം, നിനക്ക് സ്വന്തം കാലെ നിൽക്കാൻ കഴിയത്തക്ക വിധം ദൈവത്താൽ നീ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. നിറയുന്നത് മാറ്റിവെക്കാൻ പറ്റും. നിറയുന്ന എന്തിലാവും നോക്കുമ്പോൾ ഒന്നുമില്ല, ശൂന്യമായ പാത്രമാ, പക്ഷെ അത് നിറയും കേട്ടോ. അത് നിറയുന്നത് മാറ്റി വയ്ക്കാൻ പറ്റും. നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഈ വർഷത്തിൻ്റെ സമാപന ദിവസങ്ങളിലേക്ക് വരുമ്പോൾ ഈ വർഷം മുഴുവൻ ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിന്, ഞങ്ങളെ ഒരുക്കിയതിന്, ഞങ്ങളെ പരിപാലിച്ചതിന്, ഞങ്ങളെ നയിച്ചതിനെല്ലാം ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും നൽകിയതിന് നന്ദി. കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, കാലിനെ വീഴ്ചയിൽ നിന്നും, ജീവനെ മരണത്തിൽ നിന്നും കാത്തു സൂക്ഷിച്ചതിന് നന്ദി. ഈ വചനത്തിലൂടെ ഞങ്ങളെ അനുഗ്രഹിച്ചതിന് നന്ദി. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ഐശ്വര്യവും ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ സ്വർഗീയ ദാനങ്ങളാലും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം സഹായിക്കട്ടെ.